ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രേണുക എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രേണുക. യഥാർത്ഥ പേരല്ല. 40-ന് മുകളിലാണ് എൻ്റെ പ്രായം. യഥാർത്ഥ പ്രായം ഞാൻ പറയുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം പ്രൈവറ്റ് സെക്ടറിലായിരുന്നു. ധാരാളം പണവും സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു മകളും ഒരു മകനുമാണ് ഞങ്ങൾക്കുള്ളത്. ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ ഇന്ത്യയിലെ പല നഗരത്തിലും താമസിച്ചിട്ടുണ്ട്. പക്ഷേ ജോലിക്കൊന്നും പോയിട്ടില്ല. അതിന് അദ്ദേഹം സമ്മതിച്ചിട്ടുമില്ല. ലാവിഷായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പക്ഷേ തിരക്കാണ്. കുട്ടികളെ നോക്കി എൻ്റെ ഇഷ്ടങ്ങളിൽ ഞാൻ ജീവിച്ചു. പണം നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭർത്താവിന് എന്നെ അവിശ്വാസങ്ങളുമില്ല. അങ്ങനെ വളരെ കൊഴുപ്പുള്ളൊരു ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. പിന്നീടാണ് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇത്തിരി പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 6 വർഷത്തിന് മുമ്പ് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായത്. പിന്നീട് അമ്മായിയമ്മ മരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നാട്ടിൽ സെറ്റിലായി. പിന്നെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകും, അല്ലെങ്കിൽ ഓഫീസ് ആവശ്യത്തിനും മറ്റും ഒക്കെ പോകാറുണ്ട്. ഞാനും കുട്ടികളുമുണ്ടല്ലോ. ഞങ്ങൾ പഴയതുപോലെ ഇവിടെയും ജോലിയായി നിന്നു. കുട്ടികൾക്കും നഗരത്തേക്കാൾ ഇഷ്ടം ഇവിടെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ മകൾ ഡിഗ്രി കഴിഞ്ഞു മാഡം. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അവൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ, PGക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അത് കേട്ട് ഞാൻ ഒന്ന് ഞെട്ടി. സാധാരണ പ്രേമബന്ധത്തിലൊന്നും ഒരു താല്പര്യമില്ലെന്നാണ് അവൾ പറയാറുള്ളത്. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. എൻ്റെ മകനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കില്ല. മകൾ അതീവ രഹസ്യമായുള്ള കാര്യങ്ങളാണെങ്കിലും എന്നോട് പറയാറുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നോക്കാം, അവൻ എങ്ങനെയുള്ള ആളാണ്, എവിടെയുള്ള ആളാണ്, എന്താണ് അവൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഒരു കാശിനും കൊള്ളില്ല. കാണാൻ ഒട്ടും സൗന്ദര്യമില്ല. മരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ചില വൃത്തികെട്ട പിള്ളേരെ പോലുള്ള രൂപം. ഒരു വൃത്തിയും മെനയുമില്ല. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ട അവളോട് പറഞ്ഞു, ഇത് നടക്കാൻ തോന്നില്ല. ഇതാണോ നിൻ്റെ ചോയ്സ്? നീ ഒരു സുന്ദരിയല്ലേ? അറ്റ്ലീസ്റ്റ് കാണാൻ ഭംഗിയുള്ള ഒരാളെങ്കിലും നിനക്ക് തിരഞ്ഞെടുത്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ആര് പറഞ്ഞു? അവന് സൗന്ദര്യമുണ്ട്. അവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണ്. ഒത്തിരി പെണ്ണുങ്ങൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒത്തിരി പെണ്ണുങ്ങൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് അവനെ പ്രേമിക്കുന്നത്? അവൻ മറ്റാരെങ്കിലും കെട്ടിക്കോളും എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങനെയല്ല, അവന് എന്നോടാണ് ആത്മാർത്ഥമായ സ്നേഹം. ഞാൻ പറഞ്ഞു, പെണ്ണേ, നമ്മളിപ്പോൾ TV-യിലും പത്രത്തിലൊക്കെ കാണുന്നതാണ്. നീ ഇതൊന്നും കണ്ട് വിശ്വസിക്കരുത്. ഇതെല്ലാം അവന്മാർക്ക് കാര്യം നടക്കാനുള്ള ഓരോ കാര്യങ്ങളാണെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ലില്ല, കാര്യമൊന്നും നടന്നാലും അവൻ എന്നെ കൈവിടില്ലെന്ന്. അത് കേട്ടപ്പം എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ കുറേ കാലമായിട്ട് ആക്ടിവിറ്റീസിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് അവൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണ്. ദൈവമേ, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ കോലം കെട്ടൊരുത്തിനെ ഒരിക്കലും സ്വീകരിക്കില്ല. മാഡം ഓർക്കും ഞാനിപ്പോൾ ഒരുത്തിൻ്റെ രൂപത്തെ അപമാനിക്കുകയാണെന്ന്. അങ്ങനെയല്ല. ഒരു വൃത്തിയും മെനയുണ്ടായിരുന്നെങ്കിൽ ഓക്കെ. സൗന്ദര്യത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവളാണെങ്കിൽ വലിയ വില്ലത്തെ പോലെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ കണ്ടുപിടിച്ചു. അതൊക്കെ കാണിച്ച് പറഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് ദേഷ്യം വന്നു. ഇവളത് എന്ത് ഭാവിച്ചാണ്? ഈ പെണ്ണിന് വട്ടുപിടിച്ചോ? അതോ ഇവൻ്റെ കൂടി ഇവളും വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, പെണ്ണ് അടിമുടി വഴിതെറ്റിപ്പോയി. എല്ലാം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ്റെ കൂടെ പെണ്ണ് കറങ്ങി നടക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ല നശിക്കാൻ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ചീറിപ്പാഞ്ഞ് അവളുടെ മുറിയിൽ ചെന്ന് ചോദിച്ചു. അപ്പോഴും അവൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതെ, എനിക്ക് ഈ ബന്ധമാണ് ഇഷ്ടം. നിങ്ങൾ സമ്മതിച്ചാലേ ഇല്ലെങ്കിലും അവനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൾ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ അവളത് സ്വീകരിച്ചില്ല. ഭർത്താവ് നിരാശയോടുകൂടി ഇങ്ങ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഈ കല്യാണം ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഉറപ്പാണ്. നീ വെറുതെ മനക്കോട്ട കെട്ടുകയാണ്. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാമെന്ന് തൻ്റെ അടുത്തോടുകൂടി പറഞ്ഞു അവൾ. അത് കേട്ട് ഹസ്ബൻഡ് ഞെട്ടിപ്പോയി. എന്നോട് പറഞ്ഞു, വലിയ വലിയ നഗരങ്ങളിൽ താമസിച്ചിട്ട് നമുക്ക് ഈ പ്രശ്നം ഉണ്ടായില്ല. ഇവിടാണല്ലോ ഇപ്പോൾ ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ? അവളെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവൾ തന്നെ ഓരോന്ന് കാണിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവളോട് പിന്നെയും സംസാരിച്ചിട്ടും ഒരു കൂസലുമില്ല. അവൾ PGക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി.
മോളെ രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല. അവൾ എവിടെ പോയി? സംശയം തോന്നി. അവൻ്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കുമെന്ന് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ സാധ്യമായ എല്ലാ വഴികളും കൂടി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇവിടെ ഇല്ലെന്നും ചെന്നൈയിലാണെന്നും അവൻ്റെ കൂടെ അവിടെ കല്യാണം കഴിഞ്ഞൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നീട് എന്ത് ചെയ്യാനാണ്? പുറകെ പോയി അവളെ കണ്ടുപിടിച്ചെങ്കിലും അവൾ തിരിച്ചു വരുന്നില്ല. പ്രായപൂർത്തിയായ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ഞാനും ഭർത്താവും വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. അവളുടെ സഹോദരനാണെങ്കിലും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ അവൻ 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി. ഹൈദരാബാദിലേക്കാണ് പോയത്. അവനും മനസ്സമാധാനം കിട്ടും. പിന്നെ ഞാൻ മാത്രമല്ലുള്ള വീട്ടിൽ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയായിരിക്കും. അദ്ദേഹത്തിനും വല്ലാത്ത നിരാശയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് മോള് പോയതോടുകൂടി ആവശ്യമില്ലാത്ത പല പരീക്ഷണങ്ങൾക്ക് എടുത്തു ചാടാൻ തുടങ്ങി. കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് പല രീതിയിലും എന്തൊക്കെയോ നെറ്റിലൊക്കെ ആരാണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ പണം തിരിമറി ഒക്കെ മുടക്കാൻ തുടങ്ങി. മോള് പോയല്ലോ, ഇനി എന്തിനാ കൂടുതൽ പണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതൊക്കെ വല്ലാത്ത അബദ്ധമായി മാഡം. ആ പണമെല്ലാം പോയി. പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ക്യാൻവാസ് ചെയ്തതുകൊണ്ട് കമ്പനിയും നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു. ആ ജോലി മിക്കവാറും പോകുമെന്നുള്ള നിലയിലായി. വരുമാനമില്ല. 1, 2, 3 മാസമൊക്കെ അടിപൊളിയായിട്ട് കഴിയാം. അത് കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി മാറി. എന്ത് ചെയ്യുമെന്ന് വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ബാഗമെടുത്തുകൊണ്ട് മോൾ തിരിച്ച് വീട്ടിൽ വന്നത്. സുന്ദരിയായ മോളുടെ ഇപ്പോഴത്തെ കോലം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മാതൃഹൃദയമല്ലേ, എനിക്ക് വേദന തോന്നി. പക്ഷേ എൻ്റെ ഭർത്താവ് സമ്മതിച്ചില്ല വീട്ടിൽ കയറാൻ. അവസാനം അവളുടെ ജീവിതം പരാജയമാണ്. ഇനി ഒരിക്കലും ഒരു തെറ്റും കാണിക്കില്ല, അച്ഛൻ പറയുന്ന പോലെ കേൾക്കാം എന്നൊക്കെ പറഞ്ഞു. അവസാനം മകളല്ലേ, എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ സ്വീകരിച്ചു. വീട്ടിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വീട്ടിലെ സിറ്റുവേഷൻ മനസ്സിലായത്. അവൾ പോയപ്പോൾ ഇതൊരു സ്വർഗരാജ്യമായിരുന്നു. ഇപ്പോൾ ഒരു കുന്തവുമില്ല. അവളുടെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ. കയ്യിലിരുന്ന സ്വർണമൊക്കെ അവൻ പിടിച്ചു വാങ്ങിച്ചു. അവിടെ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. ഹണിമൂണാണെന്ന് പറഞ്ഞ് പല സ്ഥലത്തും പോയി. അതൊക്കെ ഇവളുടെ സ്വർണം വിറ്റ് കിട്ടിയ കാശ് കൊണ്ടാണ്. അതുമാത്രമല്ല, അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണത്രേ ഇവളെ കൊഞ്ചിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 3, 4, 5 വട്ടം കൊഞ്ചിക്കും. അപ്പോൾ ഇവൾക്കും നല്ല രസമുണ്ടെന്ന് തോന്നി. അതിൽ ഇവളും അതീവ താല്പര്യമാണല്ലോ. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ പണമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഭാവം മാറി. ഇങ്ങനെ ഭാര്യയും ഭർത്താവും മാത്രം കൊഞ്ചിച്ചിരുന്നാൽ പോരാ, അവൻ്റെ കൂട്ടുകാരും അതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ ഇവൾ നന്നായി ഒന്ന് സഹകരണ മനോഭാവം പുറത്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാക്കി സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞു. ഇവൾക്ക് ആദ്യം അത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓർത്തു, ശരിയാണ്, അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു ഭർത്താവിനെ കിട്ടുന്നത് എന്ത് നല്ലതാണ്. പുതിയ പുതിയ ചാപ്റ്ററുകൾ മറിച്ചു നോക്കാനും വായിക്കാനും അതിൽ പഠിച്ച് പരീക്ഷ എഴുതാനും പറ്റുമല്ലോ. അതുകൊണ്ട് അവളും യെസ് പറഞ്ഞു. ആദ്യമൊക്കെ നല്ല നല്ല ആളുകളായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഇവൾക്ക് ജോലിയായിരുന്നു. പിന്നീട് സഹിക്കാൻ വയ്യാത്ത പോലെയായി കാര്യം. ഒരു ദിവസം തന്നെ അവളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര അവസരങ്ങൾ വരാൻ തുടങ്ങി. അവൻ ക്യാഷ് വാങ്ങിക്കാൻ തുടങ്ങി. ഇവൾക്കാണെങ്കിൽ പരിമിതമായ ക്യാഷ് പോലും കയ്യിൽ കൊടുക്കുകയില്ല. അങ്ങനെ ഭക്ഷണം പ്രശ്നങ്ങൾ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൾ ഉടക്കിട്ട് വന്നതാണ്. ഇനി അവനുമായി യാതൊരു ബന്ധവുമില്ല. അവന് സോഷ്യൽ മീഡിയ വഴി വേറെ 2 പെൺകുട്ടികളെ ഒരുമിച്ച് കണ്ടെത്തിയത്രേ. അവരുടെ കൂടെയാണ് ഇപ്പോൾ താമസം. അവർ വന്നതിൽ പിന്നെ ഇവളോട് അവഗണനയാണ്. അങ്ങനെയാണ് അവളോടൊന്ന് പോകുന്നത്. ഏതായാലും മകൾ പാഠം പഠിച്ചാണ് വന്നത്. അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഒന്നും കണ്ട് ഭ്രമിച്ച് എടുത്തു ചാടരുതെന്ന് അവൾ എന്നോട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാമെന്നും അവൾ എന്നോട് വാഗ്ദാനം ചെയ്തു. പക്ഷേ കാര്യമൊക്കെ ശരി. PGക്ക് ഇത്ര ലക്ഷങ്ങൾ മുടക്കുന്ന കോഴ്സിന് ആര് വിടും? ഇവിടെ 5 പൈസയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് ചിലവ് നടന്നു പോകും, അത്രയുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവളും ഞാനും പിന്നെ അച്ഛനും കൂടെ വീട്ടിൽ കുത്തിയിരിപ്പാണ്. മുഖത്തോട് മുഖം നോക്കി. മകന് പിന്നെ ഓൾറെഡി അവിടെ ഫീസും മറ്റും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവന് അവിടെ പഠിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് വല്ലതും കൊടുത്താൽ മതി, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവനും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് പാർട്ട് ടൈം ജോലിക്ക് വല്ലതും പോകാം അവിടെ എന്ന് പറഞ്ഞു. കിട്ടുമോ എന്നറിയില്ല. അങ്ങനൊരു സിറ്റുവേഷനാണ്.
വീട്ടിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അവൾ പഴയതുപോലെ വെളുത്ത് തുടുത്ത് സുന്ദരിയായി. ഞാൻ ചോദിച്ചു, നിനക്ക് അത്രയും കഷ്ടമായിരുന്നോ എന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മാഡം ചില വീഡിയോകളിൽ ആവർത്തിച്ച് പറയില്ലേ, മൂലവും പൂരാടവും എല്ലാം പോയെന്ന്. അതേ അവസ്ഥയിലായിരുന്നു പെണ്ണ്. ഞാനൊന്ന് പരീക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ആഘാതവും വിസ്തൃതിയും കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും ഇവൾക്കിനി വേറെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഏതെങ്കിലും ആണുങ്ങൾ ഇവളെ സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന്മാർ ആദ്യമേ തന്നെ സംശയിക്കും. അത് ഉറപ്പാണ്. ഇവളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും കല്യാണം കഴിച്ചാലേ ശരിയാകുള്ളൂ എന്ന് എനിക്ക് തോന്നി. 2 പെറ്റ് എനിക്ക് പോലും ഇല്ലാത്ത മാറ്റങ്ങളാണ് അവൾക്കുണ്ടായിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വിധിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനല്ലേ പറ്റുകയുള്ളൂ. ആ സമയത്ത് ഒരു ദിവസം എൻ്റെ മകൻ ഹൈദരാബാദിൽ നിന്ന് വിളിച്ചു. ഫോൺ അവളുടെ കൊടുത്തു. അവളുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തോ പോയിന്റിൽ പറഞ്ഞ് 2 പേരും കൂടെ ഉടക്കായി. അവൾ അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നു, അവന് തിരിച്ചു പറയുന്നു. ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവസാനം അവന് പറഞ്ഞത് ഞാൻ കേട്ടു, എടീ എന്തായാലും എല്ലാം പൊട്ടി പാളിസായി വന്നിരിക്കുകയാണ്. നീ ഇങ്ങനെ വീട്ടിൽ വന്ന് കുത്തിയിരുന്ന് വീട്ടുകാർക്ക് വെറുതെ ബാധ്യത ഉണ്ടാക്കാതിരിക്കൂ. നിനക്കെന്തായാലും വലിയ കഴിവാണ്. അതുമാത്രമല്ല നീ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവളാണല്ലോ. നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. നീ തന്നെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെപ്പോലൊരു സുന്ദരിക്ക് ഒരു ദിവസം തന്നെ വേണമെങ്കിൽ 1,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് സൗന്ദര്യം നിനക്കുണ്ട്. എന്തിനാടി നീ ഇങ്ങനെ കുത്തിയിരുന്ന് പാടാദുരിതങ്ങൾ പറഞ്ഞത്? ഇറങ്ങിപ്പോയപ്പോൾ നിന്റെ വീറും വാശിയും കുലുക്കവും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിനക്ക് നല്ല 1-2 പേരെ ദിവസം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും. നിനക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോൾ ഇവിടുന്ന് പൈസ നമുക്ക് അച്ഛനും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. അതോടുകൂടി വീട്ടിലെ കഷ്ടപ്പാടും നിന്റെ കഷ്ടപ്പാടും എല്ലാം തീരും. ഒരു 2 വർഷം നീ അങ്ങ് മാറ്റി വെച്ചാൽ മതി. നിനക്ക് പിന്നീട് PG പഠിക്കാം. വേണമെങ്കിൽ നിനക്ക് ഡോക്ടറാകാനും പോകാം. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. അതേപോലെ നിനക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ. അവൻ്റെ കൂടെ പോയി എന്തായാലും നീ പയറ്റി തെളിഞ്ഞതല്ലേ, അപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അവൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞതാണോ കളിയാക്കാൻ പറഞ്ഞതാണോ കാര്യമായി പറഞ്ഞതാണോ എന്നറിയില്ല. അപ്പോഴേക്കും അവൾ ഫോൺ കട്ട് ചെയ്തു. ബഹളം കേട്ട് ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവനെന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, കറക്റ്റല്ലേ. അവിടെ പോയിട്ട് കണ്ട ഡാഷ് മോന്മാരെയൊക്കെ നീ സ്വീകരിച്ചില്ലേ, അതിലുമൊക്കെ എത്രയോ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. മിടുക്കിയാണെങ്കിൽ നീ ഹൈദരാബാദിൽ പോയി അവൻ്റെ കൂടെ താമസിച്ച് 10 പൈസ ഉണ്ടാക്കി ഈ കുടുംബത്തെ രക്ഷിച്ചേനെ എന്ന് പറഞ്ഞു. അപ്പോൾ മോളും അച്ഛനും കൂടെ വഴക്കായി. അവൾ അച്ഛനെ കുറ്റം പറഞ്ഞു, നിങ്ങളൊരുത്തൻ കോടിക്കണക്കിന് രൂപ നശിപ്പിച്ചു, അല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാനിവിടുന്ന് ആ കൂടി 2-3 പവനാണ് കൊണ്ടുപോയത്. അത് അയാൾ വിറ്റ് കുടിച്ചു, അത്രേ ഉള്ളൂ. വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇതിൽ എത്ര ഇരട്ടിയാണ് അച്ഛൻ കളഞ്ഞതെന്ന് പറഞ്ഞ് അവസാനം 2 പേരെയും ഞാൻ ആശ്വസിപ്പിച്ചു. മകനെ വിളിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു, എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് അവളെ അറിയില്ല. ഇനിയിപ്പോൾ ഈ പോയവൻ നല്ലവനാണെങ്കിൽ പോലും അവൾ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. അവിടെ പക്ഷേ അവൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും എന്തോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവളാണ്. അവിടെ നിന്ന് പോയേനെ. ശരിക്കും അവൾക്ക് അത്തരം ഒരു ഭർത്താവിനാണ് ആവശ്യം. വെറുതെ എന്തിനാമേ അവൾ വീടിനകത്ത് അടച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നല്ലൊരു വഴിയാണ്. ഇങ്ങോട്ട് വന്നാൽ അവളെ ഞാൻ സഹായിക്കും. അല്ലാതെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ ഇത്രയും പണം കിട്ടാൻ ഒരു ഐഡിയയും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതിലും എന്തോ ഒരു പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടില്ലേ? ഞാൻ ഭർത്താവിനോട് മകൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവ് അത് കേട്ട് വാ പൊളിച്ചു. അവന് അത്രയും വലിയ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? ഉള്ളതാണോ അവൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളുടെ സ്വഭാവം നമ്മളെക്കാൾ കൂടുതൽ അവനറിയാം. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല. അതിനിപ്പോൾ അവൾ സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും അവൾ ഈ കാര്യത്തിൽ വഴിതെറ്റിയ ബുദ്ധിയുള്ളവളാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, നിങ്ങൾ ഇത്രയും വലിയ പോഴത്തരം കാണിച്ചു, പൈസ എല്ലാം പോയി, ഭയങ്കര ബുദ്ധിമാനാണെന്നാണല്ലോ ഭാവം. ഒത്തിരി ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇവളെ എന്തിനാണ് ഹൈദരാബാദിലേക്ക് വിടുന്നത്? നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ മുഖത്ത് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് ഞാൻ കണ്ടു. എടി, നീ ഉള്ളതാണോ പറഞ്ഞത്? അവളെ സമ്മതിക്കുമോ?
അവൾക്ക് ഇതൊക്കെ പ്രശ്നമാകില്ലേ? ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, എന്തായാലും നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം. അവൾ എല്ലാ സമ്മതിച്ചല്ലേ തിരിച്ചു കയറി വന്നത്, അപ്പോൾ ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ വഴിയല്ലേ? ഞാൻ പറഞ്ഞു, ഏത് വഴിയാണെങ്കിലും രക്ഷപ്പെടാൻ നമുക്ക് ഒരു കച്ചിത്തുരുമ്പേ ഉള്ളൂ, അതിൽ പിടിച്ച് പിടിച്ച് നമുക്ക് കയറാവുന്ന. എങ്കിൽ സംസാരിക്കാൻ ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ ഈ മാറ്റർ മകളോട് സീരിയസ് ആയിട്ട് സംസാരിച്ചു. മോൾക്ക് ആദ്യം ഇത്തിരി അങ്കലാപ്പുണ്ടായിരുന്നു, ഞാൻ കളിയാക്കാൻ പറയുകയാണെന്ന്. പിന്നെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഇതിനൊക്കെ എനിക്ക് സമ്മതമാണ്, പക്ഷേ എൻ്റെ ചോയ്സുകൾ മാത്രമേ വർക്കൗട്ട് ആവുകയുള്ളൂ, അല്ലാതെ നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ലക്ഷ്യങ്ങൾ കിട്ടുമായിരിക്കാം എന്ന് വെച്ചിട്ട് എൻ്റെ ചോയ്സ് അല്ലാത്ത ആൾക്കാരെ ഞാൻ ചെന്നൈയിൽ ചെന്നപ്പോഴുണ്ടായ സംഭവം പോലെ സ്വീകരിക്കുകയില്ല. എൻ്റെ ചോയ്സുകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെയാണ്, എന്നെല്ലാം നിർബന്ധിക്കരുത്. എന്തായാലും ചെന്നൈ പോയി എൻ്റെ ജീവിതം കുളമായി. ഇനിയിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ള മോഹമൊക്കെ പോയി. കുടുംബിനിയായി ജീവിക്കാൻ ഞാൻ ഒട്ടും യോഗ്യയല്ല. അമ്മ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ആദ്യമൊക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഒരാശങ്കയുണ്ടായിരുന്നു മാഡം, പക്ഷേ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് അങ്ങേരുടെ ആ ഒരു വലിയ രീതിയിലുള്ള ശൃംഖല ഉപയോഗിച്ച് പുള്ളി സെർച്ച് ചെയ്തു. പക്ഷേ യഥാർത്ഥ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഒരു സുന്ദരി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റെസ്പോൺസ് കിട്ടി. അതിൽ അവരെ എല്ലാം ഫിൽട്ടർ ചെയ്താണ് എൻ്റെ മകൾ തിരഞ്ഞെടുത്തത്. അവൾ വീട് തന്നെയാണ് ആലയമാക്കി മാറ്റിയത്. അതീവ സുന്ദരിയായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളൊന്നും ആരും അംഗീകരിക്കാതിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടായി. സൗന്ദര്യമുള്ളവരല്ലേ അവൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലാതെയുള്ള ചില വമ്പൻ ഓഫറുകൾ അവളുടെ നിർബന്ധ ബുദ്ധി മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ അവൾ ജോളിയായിരുന്നു. എൻ്റെ മകൾ എന്നെപ്പോലെയല്ല. അവൾ ആർത്തുലച്ച് ഉല്ലസിക്കുന്ന ഒരാളാണെന്നും വെള്ളച്ചാട്ടം പോലെ അവൾ ഒരിക്കലും നിലയ്ക്കാതെ പായുന്നവളാണെന്നും എനിക്ക് മനസ്സിലായി. ഇവൾ ദീർഘദൂരം സഞ്ചാരിണിയായി മുന്നോട്ട് പോകും മാഡം. 3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കടങ്ങളും വീട്ടിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ പോഷായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ പൈസ തിരിച്ചു കൊടുത്തോടുകൂടി കമ്പനിയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ഭർത്താവ് ജോലിക്ക് തിരിച്ച് കയറുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ അവൾ ഞങ്ങളുടെ ഭാഗ്യദേവതയാണ്. പക്ഷേ ഇരിക്കപ്പുറത്ത് ഇല്ലാതായത് എനിക്കാണ്. നിരന്തരം ഞാൻ പലർക്കും ചായയും ചോറും ഒക്കെ വെച്ച് വിളമ്പി നല്ല സൗന്ദര്യമുള്ളവർ വരുമ്പോൾ അകത്ത് ആ ഊ ഈ ആ അനുസാര വിസർഗമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. ഭർത്താവിനോട് ഞാൻ ഒരു ദിവസം പറഞ്ഞു, എനിക്കിത് കണ്ടു നിൽക്കാനാവുന്നില്ല. മകളുടെ അതേ ഇളക്കം നിനക്കുമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയില്ല, എനിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മനുഷ്യ, ഇവിടെ നിന്ന് ഇവളെ മാറ്റാൻ പറഞ്ഞു. അത് കേട്ട് ഭർത്താവ് പൊട്ടിച്ചിരിച്ചു. നിന്റെ സൂക്കേടെ എനിക്ക് നന്നായി മനസ്സിലായി, അവളെ മാറ്റാനൊന്നും പറ്റില്ല, അവളിവിടെ നിന്നോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും നിനക്ക് ആവേശം വന്നെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിർത്തണ്ട. വരുന്നവരിൽ നിന്നെ സ്വീകരിക്കുന്ന ആൾക്കാരല്ലേ അവർ. രണ്ടാമതായി നിന്റെ സൗദത്തിൽ എത്തട്ടെ താല്പര്യമുള്ളവർ മകളോട് നീ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് അവളോട് പറയാൻ ചമ്മലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഉള്ളിലെവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. ഞാൻ തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞു. പിന്നീട് വന്നതിൽ പകുതിയിലധികം പേരും എന്നോടും താല്പര്യം പ്രകടിപ്പിച്ചു. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമില്ലേ എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഞാൻ ഒത്തിരി ജീവിതത്തിൽ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തി മാഡം. എൻ്റെ മകളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് തീരില്ല. പിന്നീട് ഹസ്ബൻഡ് അതിൽ ഇടപെട്ടു. കുറച്ചൊക്കെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ചിലർക്കൊക്കെ മകളെക്കാൾ എന്നെ ഇഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ എനിക്കും നല്ല രീതിയിൽ സമ്പാദിക്കാനായി മാഡം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പ് മകൾ ദുബായിലേക്ക് പോയി. അവൾക്കവിടെ നല്ലൊരു ജോലി കിട്ടി. ഇതിനിടയ്ക്ക് അവൾ കറസ്പോണ്ടൻസായിട്ട് PG പാസ്സായി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവിടെ അവളുടെ വിശ്വസ്തനായ, അവളുടെ ആരാധകനായ ഒരാളുടെ കൂടെയാണ്. ലക്ഷങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. എന്ത് ജോലിയാണെന്ന് മാഡം എന്നോട് ചോദിക്കരുത്, നല്ലൊരു ജോലി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല. മകനും
ഞാനും ഹസ്ബൻഡും ഒക്കെ അടിപൊളിയായി നടക്കുകയാണ്. മകൾ പോയി സെറ്റിലായതോടുകൂടി ഞാനും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഹസ്ബൻഡ് ചില പ്രത്യേക ആവശ്യപ്രകാരം മാത്രം ഞാനിപ്പോഴും രംഗത്തുണ്ട്. എങ്കിലും പഴയതുപോലെ ഒന്നുമില്ല. എല്ലാം നന്നായി വരാൻ ഞങ്ങളെ സഹായിച്ചത് വളരെ അസന്നിഗ്ധമായ സന്ദർഭത്തിൽ ഞങ്ങളെടുത്ത തീരുമാനമാണ്. മാഡം, മനുഷ്യന് കയ്യിലുള്ളതെന്തും ആയുധമാണ്. ബുദ്ധിയായിരിക്കാം, സൗന്ദര്യമായിരിക്കാം, ചിലപ്പോൾ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം, ബുദ്ധിയായിരിക്കാം. എന്തായാലും ഈ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പടുകുഴിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ സമയത്ത് സദാചാരവും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കരുത്. എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എൻ്റേത് ഒരു കഥയൊന്നുമല്ല. ഞങ്ങൾ സക്സസ് ആയ കഥയാണ്. എന്തും മനുഷ്യന് ഒരു മാർഗമാണ്. മാഡം ചിലപ്പോഴൊക്കെ സദാചാരം കൂടുതൽ പ്രസംഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ മാഡം? മനുഷ്യന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്? അതുതന്നെ എൻ്റെ ജീവിതകഥ ഒരു ഉദാഹരണമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും മഹാന്മാരുടെ ജീവിതം മാതൃകയാക്കൂ എന്ന് പറഞ്ഞതുപോലെ ഈ കഥ ആരോടും മാതൃകയാക്കാൻ വേണ്ടി നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ്, നിങ്ങളെടുത്ത തീരുമാനമാണ്. നിങ്ങൾ 4 പേരും തമ്മിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു ഉപായമാണ്. അത് മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് ഐഡിയ ഉപകാരപ്രദമായി, അതൊരു കഥ പോലെ നമുക്ക് വായിക്കാൻ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ്. അതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതിനെ അനുകൂലിക്കില്ല. മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് അനുകൂലിക്കുക? പക്ഷേ വേറൊരു സൈഡിൽ നോക്കുമ്പോഴേക്കും അവനവൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവനവൻ കംഫോർട്ടബിളാണ്. മറ്റുള്ളവർക്ക് ദ്രോഹമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഞാൻ കീറി മുറിക്കാൻ നിൽക്കാറില്ല. പിന്നെ സദാചാരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണം കിട്ടുമോ? ഒരിക്കലുമില്ല. പണം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അധ്വാനിക്കണം, അല്ലെങ്കിൽ ഭാഗ്യം വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവനവൻ്റെ വളഞ്ഞ വഴികളിലേക്ക് പോകണം. അപ്പോൾ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. നല്ലതാണെന്നും ചീത്തയാണെന്നൊന്നും പറയാത്ത ഒരവസ്ഥയോടെയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്ക് ഗുണകരമായി, അത് നിങ്ങൾ ഏകദേശം സെറ്റിലായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിനി തുടരരുത്, ആ ഒരു രീതിയിൽ പോകരുത്. ജീവിതമൊക്കെ നന്നാക്കി മകളെയൊക്കെ നല്ല രീതിയിൽ വേറെ സെറ്റിലാക്കി നല്ലൊരാളുടെ കൂടെ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തെറ്റുകൾ ചെയ്യാമെന്ന് പറഞ്ഞത് മനുഷ്യ സഹജമായ കാര്യമാണ്. അത് തിരുത്തി മുന്നേറുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുമാണ്.